നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി എത്തുകയാണ് കുടുംബം. സമാധിയിൽ നിന്നുള്ള വരുമാനം ഉപജീവന മാർഗമായി ഉപയോഗിക്കില്ലെന്നും പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ശരീരത്തിൽ 4 ചതവുകളുണ്ടെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതെന്നാൽ അത് നെറ്റിയിലത് മുറിവല്ല എന്നും പണ്ട് എവിടെയോ തട്ടിയുണ്ടായ തഴമ്പാണെന്നും കുടുംബം പ്രതികരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് എടുത്തപ്പോൾ ശരീരത്തിലുണ്ടായ ചതവും മുറിവുകളുമാണ് അത്. കല്ലറയിൽ നിന്നും വലിച്ച് ഒരു മയവുമില്ലാതെയാണ് എടുത്തതെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. ആ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്, ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് ഇവിടെ തന്നെ പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷേ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. മുറിവുകളുണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ചേട്ടാ, ഇല്ലാത്തതിന് പറയരുത്, ഇല്ലാത്തതിന് ഒരിക്കലും പറയരുത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചതവുകളുണ്ട്. പക്ഷെ അത് മരണ കാരണമല്ല, പക്ഷെ ചതവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകൾ എന്നാണ്. ചുവട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, തോളിലെടുക്കുന്ന ആളാണ്. ഈ മരം തടിയെടുത്ത് ചുമന്ന് ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. സൈക്കിൾ ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങൾ ത്യാഗം സഹിച്ച് ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പോലീസ് തന്നെ കിട്ടും. അല്ല, അതല്ല, നേരത്തെ ഈ ചതവും മുറിവൊക്കെ ഉണ്ടായിരുന്നു ശരീരത്തിൽ. മരം വെട്ടാറിന് പിന്നെ എന്ത് വരില്ല. അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. സത്യം ശിവന്റെ നടയില് നിങ്ങൾ അവസാനമായിട്ട് കാണുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രകടമായ മുറിവുകൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര വർഷം കൊണ്ട് അച്ഛൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറയുന്നത് ആകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എല്ലാവരെ കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല. അത് ധ്യാനത്തിൽ പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്തും പുള്ളി ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ ഈ പറയുന്ന ചതവുകളും മുറിവുകളും ഒക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തിനാണ് പറയണത്? ഞങ്ങളല്ല പറഞ്ഞത്, പോസ്റ്റ്മോർട്ടം കുഴപ്പമില്ല. പോലീസ് അന്വേഷണത്തിലൊക്കെയാണോ? നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ? ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കണം, കഷ്ടപ്പെട്ട് ജീവിക്കണം. നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. കൈലാസം എല്ലാത്തിനും ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു. അത്ര ഇനിയുള്ള അന്വേഷണത്തിനും അവര് സഹകരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്ത് വരട്ടെ. പിന്നെ ഇല്ലാത്ത വാർത്ത പറഞ്ഞ് ഭഗവാന്റെ മുമ്പ് വിജയിക്കാൻ ആർക്കും സാധിക്കും. സത്യമാണ് ഇവിടെ പറഞ്ഞില്ല. ഈ സത്യസന്ധത ഒരിക്കലുമില്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാനും ഞങ്ങൾ അനുഭവിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലുമില്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ്. നമ്മുടെ ഗോപസ്വാമിയുടെ സമാധി അത് പിന്നെ ഗവൺമെൻറ് സമ്മർദ്ദത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പലതും പല രീതിയിൽ വന്നെങ്കിലും ആധികാരികമായ രേഖ ഇന്നാണ് നെയ്യാറ്റിങ്കര പോലീസ് മകന് കൈമാറിയത്. അതിൽ മരണം സാധാരണ മരണമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു പത്രസമ്മേളനമാണെന്ന് കുടുംബം നടത്തിയത്. ഇനി അതിൽ ഈ സ്ഥലവും ഇതും എല്ലാം കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് 2019 അച്ഛൻ എഴുതി വെച്ച ഒരു വിൽപ്പത്രം തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ഇവർ ഈ പ്രദേശത്ത് ഇതുകൊണ്ട് ജീവിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഈ സമാധിയും ഈ ക്ഷേത്രവും കൊണ്ട് അവർ അത് ഭക്തി മാർഗത്തിലേക്കും അവരുടെ ജീവിത മാർഗത്തിലേക്ക് 2 പശു സുരേഷ് ഗോപി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അത് വളർത്തി അവർ ജീവിക്കും.